നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷും കോൺഗ്രസ് നേതാവും വിനോദ് കൃഷ്ണയും തമ്മിലുള്ള നടുരോഡിലുണ്ടായ പ്രശ്നം വാർത്തയായതാണ്. വാഹനം വഴിമാറ്റുന്നതിനെ ചൊല്ലിയാണ് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായത്. പോലീസ് സംഭവസ്ഥലത്തെത്തി മാധവനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ മാധവ് സുരേഷ്. അതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോലീസിനെതിരെ സംസാരിക്കേണ്ടി വരും. അതെനിക്ക് താല്പര്യമില്ല. ഒരുപാട് നല്ല പോലീസുകാരുണ്ട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതെടുത്ത് നല്ല പോലീസുകാരെ കുറ്റം പറയാൻ ആളുകളുണ്ടാകും. അത് വേണ്ട. ഒരു ഓഫീസർ എന്താണ് ചെയ്യുന്നതെന്ന് സ്റ്റേഷനിലുള്ളവർക്കറിയാം. അത് രാഷ്ട്രീയപരമാണ്. ഈ പ്രശ്നവുമായി ബന്ധമില്ല. ഞാനുമായി പ്രശ്നത്തിലായ ആൾക്ക് അവസാനം പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചെത്തിയപ്പോൾ അവിടെ മീഡിയക്കാർ നിൽക്കുന്നത് അറിഞ്ഞ് ഈ പോലീസ് ഓഫീസർ എന്നെ ജീപ്പിൽ കയറ്റണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. എനിക്കത് പ്രശ്നമല്ല. 2 മാസം ആൾക്കാർ അത് കൊട്ടിയാഘോഷിച്ചു. എൻ്റെ ജീവിതത്തെ ബാധിച്ചില്ല. എൻ്റെ ജീവിതം മുന്നോട്ട് തന്നെ പോയി. അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഈ സംഭവം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ ആളുകൾ എന്ത് മോശമായിട്ടാണ് പെരുമാറുന്നതെന്ന് ആലോചിച്ച് സത്യം നിൽക്കേണ്ടടുത്ത് രാഷ്ട്രീയമാണ് കൊണ്ടേടേണ്ടത്. മീഡിയകൾ എന്നെ പ്രസന്റ് ചെയ്ത രീതി കാരണം ഇന്നും എന്നോട് ആളുകൾ ചോദിക്കും, "നീ എന്തിനാടാ വണ്ടിക്കിട്ട് അടിക്കണേന്ന്?" അതിനു മുമ്പുണ്ടായ സംഭവങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്നും മാധവ് സുരേഷ് പറഞ്ഞു.